به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹിജ്റ 2-ാം വർഷം പരിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന ബദർ യുദ്ധത്തിന്റെ സ്മരണകൾ നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന സന്ദർഭമാണിത്. റമദാൻ 17-നാണ് ലോകത്തിന്റെ തന്നെ ചരിത്രത്തെ മാറ്റിക്കുറിച്ചതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശ്വാസം വിടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും സാഹചര്യവും ഉണ്ടാക്കി തീർത്തതുമായ ആ മഹാസംഭവം നടന്നത് ഗസ്വത്ത് ബദറുൽ കുബറ എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് പേര് പറയുക. ബദർ മഹായുദ്ധം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിന്റെ വലുപ്പം കൊണ്ടോ അതിൽ പങ്കെടുത്ത ആൾബലത്തിന്റെ ശക്തി കൊണ്ടോ അത് നീണ്ടുനിന്ന നാടുകളുടെ ആധിക്യം കൊണ്ടോ അല്ല അതിന് ആ മഹായുദ്ധം എന്നുള്ള പേർ ലഭിച്ചത്. അതിൽ പങ്കെടുത്തവർ എന്ന് പറഞ്ഞാൽ കേവലം 300 ചില്ലാനം ആളുകൾ ഒരു വശത്തും 1000-ഓളം വരുന്ന ശത്രു സൈന്യം മറുവശത്തും അണിനിരന്നു. ഒരു പകലിന്റെ ഏതാനും ചില മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന ഒരു സമരമാണ് ബദർ. അത് കൂടുതൽ ദിവസമോ കൂടുതൽ സമയമോ ഒന്നും എടുക്കുകയുണ്ടായിട്ടില്ല. അതിൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം ഇന്ന് അമേരിക്ക ഒരു സാധാരണഗതിയിലുള്ള ഒരു ഭീകര സംഭവങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദികളെ ചെറുക്കാൻ വേണ്ടി നടത്തുന്ന ചില ഓപ്പറേഷനുകളിൽ കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെ എണ്ണത്തോളം വരികയില്ല. ആ രൂപത്തിലുള്ള ഒരു ചെറിയ സംഭവമായിരുന്നു അത്. പക്ഷെ അതിനെ ഒരു മഹായുദ്ധം എന്ന് ഇസ്ലാം വിശേഷിപ്പിച്ചു, ഖുർആൻ വിശേഷിപ്പിച്ചു. ആ രൂപത്തിലാണ് ഈ ചരിത്രത്തിൽ അത് പരിഗണിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ അതിനെ വിളിച്ച പേര് വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ദാസൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ യൗമൽ ഫുർഖാൻ, ആ ഫുർഖാനിന്റെ ദിവസം, യൗമൽ തഖൽ ജംആൻ, 2 സൈന്യങ്ങളും ഏറ്റുമുട്ടിയ ദിവസം, ശത്രു സൈന്യവും മുസ്ലിം സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ, ആ സത്യവും അസത്യവും വിവേചിച്ച് മനസ്സിലാക്കാൻ മനുഷ്യ സമൂഹത്തിനും ചരിത്രത്തിനും സാധിച്ച ദിവസം,
എന്ന രൂപത്തിൽ അതിനെ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചു. ഇങ്ങനെയുള്ള മഹത്തായ വിശേഷണങ്ങൾ കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന സംഭവമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതിന്റെ സ്മരണകളാണ് നമ്മുടെ നാട്ടിൽ പല രൂപത്തിലും ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയോ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. ഈ സന്ദർഭത്തിൽ എന്താണ് ഈ ബദർ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്ത് പാഠമാണ് നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്? ഏതു രൂപത്തിലാണ് ഈ സംഭവത്തിന്റെ സ്മരണകൾ നമുക്ക് പാഠമാവേണ്ടതും നാം അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതും? ഈ വക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഈ മഹാസംഭവം അത് എന്താണ്, എന്താണ് അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം? ഇതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിന് ഇന്ന് ഒരു ധാരണയുമില്ല, അവരുടെ നിലപാടുകളൊട്ടും ശരിയുമല്ല. ആകെ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് ബദർ യുദ്ധാനുസ്മരണം അല്ലെങ്കിൽ റമദാൻ 17 എന്ന് പറഞ്ഞാൽ അന്ന് കുറെ പോത്തർക്കലും കുറെ ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കലുമാണ്. ഇതാണ് ബദർ യുദ്ധത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള മഹാപാഠം എന്ന രീതിയിൽ നമ്മുടെ സമൂഹം അങ്ങനെയാണ് അത് ആഘോഷിക്കുകയോ അല്ലെങ്കിൽ അനുസ്മരിക്കുകയോ ചെയ്യുന്നത്. പണ്ട് ഒരാൾ പറയുകയുണ്ടായി, കുട്ടി മരിച്ചു, അതിന് 40-ാം ദിവസമോ മറ്റോ നല്ല ഒരു സദ്യയും ഉണ്ടാക്കി ആളുകളെയൊക്കെ ക്ഷണിച്ച് അതിന്റെ ആണ്ടും കഴിച്ചു. സദ്യ നല്ല ഗംഭീര സദ്യയായിരുന്നു. അതൊക്കെ ഉണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണം, കുട്ടിയൊന്ന് മരിച്ചാൽ എന്താ, ഇതുപോലെയുള്ള ഒരു സദ്യയാണ് ഉണ്ടാകുന്നത് എങ്കിൽ എന്ന രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇതുപോലെയാണ് നമ്മൾ ബദർ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠം. അത് ബദർ യുദ്ധം അത് എന്തോ ആവട്ടെ, നമുക്ക് ഇവിടെ സാധിക്കേണ്ട കാര്യവും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന കാര്യവും വേറെ ചില രൂപത്തിലായി പോയി എന്നത് സങ്കടകരമായ ഒരു തമാശയാണ്. ഈ സന്ദർഭത്തിൽ ഇതിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ ജിഹാദ്, ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിന് നിർബന്ധമാക്കിയ ഒരു കാര്യമാണ് ജിഹാദ് എന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങൾ സ്വർഗത്തിൽ പോവാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, കൊതിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ജിഹാദ് ചെയ്യുന്നവർ ആരാണ് എന്ന് അല്ലാഹു കർമ്മങ്ങളിലൂടെ തിരിച്ചറിയാതെ കണ്ട്, വയഅലമസ് സാബിരീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമിക്കുകയും ദീനിന്റെ മാർഗത്തിൽ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്യാതെ കണ്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളായി, ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിന്റെ കൂടെ സഞ്ചരിക്കുകയോ നടക്കുകയോ ചെയ്യുന്നത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. വളരെ വ്യക്തമാണ്, നിങ്ങൾ ജിഹാദ് ചെയ്യാതെ കണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കാതെ കണ്ടും നിങ്ങൾക്ക് സ്വർഗം കിട്ടുകയില്ല എന്ന്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ അർഹമായ ഏത് രൂപത്തിലാണോ നിങ്ങൾക്കത് കൽപ്പിച്ചിരിക്കുന്നത് ആ രീതിയിൽ ജിഹാദ് ചെയ്യുക. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ദീനിൽ
ജിഹാദിൽ അസാധ്യമായ ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടില്ല. മില്ലത്ത അബീക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ ജീവിത രീതിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ അർഹമായ രീതിയിൽ ആവശ്യമായ തോതിൽ ജിഹാദ് ചെയ്യണം. അത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു. ജിഹാദ് ചെയ്യാതെ കണ്ട് സ്വർഗത്തിൽ പോവാൻ സാധ്യമല്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് എന്താണ് ജിഹാദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണകളുണ്ട്. തെറ്റിദ്ധാരണകൾ പ്രചരിച്ചിട്ടുണ്ട്, പ്രചരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. ജിഹാദ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീനിനെ ഉയർത്തുന്നതിന് വേണ്ടിയും ആ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടിയുമുള്ള ഒരു മനുഷ്യന്റെ ത്യാഗ പരിശ്രമങ്ങൾ, ഇതിനാണ് ജിഹാദ് എന്ന് പറയുക. അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ ഉയർത്തണം, ആ ദീനിന് ഇവിടെ ഔന്നത്യം ലഭിക്കണം, അത് ഇവിടെ പ്രചരിക്കണം, അതിന് ആളുകൾ അത് അംഗീകരിക്കുകയും അവർക്ക് ബോധ്യമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. ഇതിനു വേണ്ടി നടത്തുന്ന ത്യാഗപരിശ്രമങ്ങളാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫറളാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ അവന്റെ കഴിവുകൾ വെച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. അത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, ആ ദീനിന്റെ നിയമങ്ങളും അതിന്റെ കൽപ്പനകളുമൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ആളുകളെ അതിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നു. ഈ ജിഹാദിനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ കൽപ്പന മക്കയിൽ വെച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നു. വലാ തുതഇൽ കാഫിരീൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വലാ തുതഇൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് നീ വഴങ്ങരുത്. അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് അവർ പറയുന്നത് കേട്ടുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്നത് പോലെ നീങ്ങരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ആ പരിശുദ്ധ ഖുർആനുമായി അവരോട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. വാളെടുക്കാൻ പാടില്ല, ഉപദ്രവിക്കുന്നവന്റെ നേരെ കൈനീട്ടരുത്, തിരിച്ചടിക്കാൻ പാടില്ല, അത് കൂടുതൽ അപകടങ്ങൾ മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് കൽപ്പനയുള്ള സന്ദർഭമാണ് മക്കയിലെ ഇസ്ലാമിക ചരിത്രം. മുസ്ലിമീങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, എന്ത് തന്നെ ഉണ്ടായാലും സഹിക്കണം, ക്ഷമിക്കണം, തിരിച്ചടിക്കാൻ പാടില്ല, കൈ നീട്ടരുത് മറ്റുള്ളവരുടെ നേരെ, അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അലം തറ ഇലല്ലദീന ഖീല ലഹും കുഫു ഐദിയകും വഅഖീമുസ്സല, ഒരു വിഭാഗത്തെ നീ കാണുന്നില്ല, അവരോട് പറഞ്ഞത് എന്താണ്? കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ വിലക്കി വെക്കുക, വഅഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും പ്രാർത്ഥിക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക. അതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറ്റിയത്, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. പല സഹാബിമാരും പീഡനങ്ങൾ സഹിക്കാതെ കണ്ടും മർദ്ദനങ്ങൾ സഹിക്കാതെ കണ്ടും ശരീരത്തിലെ മുറിവുകളും വ്രണങ്ങളും രക്തങ്ങളിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയാണ്, എത്ര കാലമാണ് ഞങ്ങൾ ക്ഷമിക്കുക? ഇങ്ങനെയുള്ള ഈ അക്രമങ്ങൾ ഞങ്ങളുടെ നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി എത്തിയിരിക്കുന്നു, ഇനിയും എന്തെങ്കിലും മറുത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ലേ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നൽകുന്ന മറുപടി, അനലം ഉമർ ബിഖിതാൽ, വാളെടുക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിട്ടില്ല, ആയുധ
ആയുധപ്രയോഗത്തിന് എനിക്ക് അനുവാദം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. സബറൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗമാണ്. ഈ ക്ഷമയുടെ എല്ലാം തന്നെ ഫലമായി നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ പോകുന്നതാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അനുയായികളെ ആശ്വസിപ്പിക്കുന്നു. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നത്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ പരിശുദ്ധ ഖുർആനുമായി അവരോട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക എന്നുള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഇവിടെ കൽപ്പിക്കപ്പെടുന്ന ഈ ജിഹാദ് എന്നതിന്റെ ഉദ്ദേശം അവരോട് ആയുധപ്രയോഗം നടത്തുക എന്നോ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടുക എന്നോ അല്ല. അല്ലാഹുവിന്റെ ദീനിനെ പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. ഖുർആനിന്റെ ആശയങ്ങളും ഖുർആനിന്റേതായ തത്വങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആൻ ജനങ്ങൾക്ക് പാരായണം ചെയ്യുക, കേൾപ്പിക്കുക. ആ ഖുർആനിന്റെ സൂക്തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഖുർആനുമായി അവരോട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോൾ വാളെടുക്കാനോ ആയുധങ്ങളെടുക്കാനോ ഒരു തരത്തിലുള്ള അനുവാദവും ഇല്ലാത്ത സാഹചര്യത്തിലും സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ മക്കയിൽ അവതരിച്ച മറ്റ് ആയത്തുകൾ ജിഹാദിന് കൽപ്പന നൽകുകയും അതേ അവസരത്തിൽ സായുധ ആക്രമണത്തിന് ശക്തമായ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കാണാം. സുമ്മ ഇന്ന റബ്ബക ലില്ലദീന ഹാജറു മിൻ ബഅദി മാ ഫുതിനു സുമ്മ ജാഹദു വസബറു ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. സൂറത്തുൻ നഹൽ മക്കിയായ സൂറത്താണ്, മക്കയിൽ അവതരിച്ച സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ പോവുകയും നാടുവിടുകയും മക്കയിലെ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കാതെ കണ്ട് നാടുവിടുകയും സുമ്മ ജാഹദു വസബറു ജിഹാദ് ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. നാടുവിട്ട് ഹിജ്റ പോവുക, ജിഹാദ് ചെയ്യുക, ക്ഷമിക്കുക, ഇതൊക്കെ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതും അവരോട് കരുണ കാണിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ അവരോട് ആവശ്യപ്പെട്ടത് ജിഹാദ് ചെയ്യാനും ഹിജ്റ പോകാനും അതുപോലെ ക്ഷമിക്കുവാനുമാണ്. ഇവിടെയും തന്നെ ജിഹാദ് ചെയ്യാനുള്ള കൽപ്പന എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്നത് യുദ്ധം ചെയ്യാൻ പാടില്ല, നിഷിദ്ധമാണ് എന്നുള്ള ആ കൽപ്പന നിലനിൽക്കുന്ന വേളയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് സായുധ സംഘടനമല്ല എന്നുള്ളത് വ്യക്തമാണ്. അള്ളാന്റെ മാർഗത്തിൽ ഉള്ള അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമങ്ങൾ, ഒരു മനുഷ്യന് എന്തെല്ലാം കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ അതിനുവേണ്ടി വിനിയോഗിക്കുക. അവന്റെ സംസാര ശൈലി, അവന്റെ ബുദ്ധിശക്തി, അതുപോലെ തന്നെ അവന്റെ സാമ്പത്തികമായ കഴിവുകൾ, അതുപോലെ അവന്റെ സ്വാധീനം, അതുപോലെ അവനുള്ള മറ്റു തരത്തിലുള്ള പ്രവർത്തന ശൈലികൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഇത് ചെയ്യുന്ന ആളുകൾക്ക് അവർ അള്ളാഹുവിന്റെ ദീനിൽ ജിഹാദ് ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെ വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്നവർക്ക് അവർ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു കൊടുക്കും. മക്കയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ സഹിച്ച് നാടുവിടാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയും പലരും നാടുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ആയത്തും ഇറങ്ങുന്നത്. അപ്പോഴെല്ലാം അവർക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദമില്ല, അത് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. പക്ഷെ അവരോട് ജിഹാദ് നിർബന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ജിഹാദ് കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ ഒരു മുസ്ലിം അവന് സാധിക്കുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പ്രചാരണത്തിനും അതിന്റെ പ്രബോധനത്തിനും അതിന്റെ സംസ്ഥാപനത്തിനുമുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്.
പിന്നീട് മുസ്ലിം സമൂഹം മദീനയിലേക്ക് ഹിജ്റ പോവുകയും മക്കയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളോടും മദീനയിൽ എത്തിച്ചേരാൻ വേണ്ടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. ഇനി മക്കയിൽ നിങ്ങൾ തങ്ങേണ്ടതില്ല, മദീനയിൽ സുരക്ഷിതമായി നമ്മുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആരെയും ഭയപ്പെടാതെ ഇസ്ലാമികമായി ജീവിക്കാനും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാനും സൗകര്യമുള്ള ഒരു അന്തരീക്ഷം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ജനിച്ചു വളർന്ന നാട്, ജനിച്ചു വളർന്ന വീട്, ജനിച്ചു വളർന്ന കുടുംബം, കുട്ടികള്, ബന്ധങ്ങള്, അങ്ങനെ 100 പ്രശ്നങ്ങളെയും 100 ബന്ധങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങേയറ്റത്തെ ത്യാഗത്തിന് സന്നദ്ധമാവുക എന്നുള്ളതാണ് മദീനയിലേക്കുള്ള ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തയ്യാറാവണം എന്നാണ് നിർദ്ദേശിച്ചത്. മറ്റുള്ള തടസ്സങ്ങളൊന്നും തന്നെ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. എല്ലാവരും മദീനയിൽ വന്ന് ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കണം. അപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മക്കയിലുള്ള ആളുകൾ, അവരുടെ ശത്രുക്കൾ, അവരെ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചവരാണ്. നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവരാണ്. നാട്ടിൽ പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തി മുസ്ലിം സമൂഹത്തെ അങ്ങേയറ്റം ദ്രോഹിച്ചവരാണ്. പലരും മൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. വിശ്വാസികളായ ആളുകളെ പീഡിപ്പിച്ച് ദാരുണമായ മരണത്തിന് അവർ വിധേയമായി. അങ്ങനെ അവർ മുറിവുകളേറ്റു, പലരും മരിച്ചു. ഇങ്ങനെ നിഷ്ഠൂരമായ പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിഭാഗമാണ് മക്കയിലുള്ളത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ അവർ ആസൂത്രണങ്ങൾ ചെയ്തു. അങ്ങനെ അതിനവർ സന്നദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞു. ഒന്നിച്ച് എല്ലാവരുടെയും പ്രാതിനിധ്യത്തോടുകൂടി എല്ലാ ഗോത്രക്കാരുടെയും ഓരോ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് ഈ ഉദ്യമത്തിന് വേണ്ടിയിട്ട് അവർ ഏർപ്പെടുത്തി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ചു. അപ്പോൾ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചു. നാട്ടിൽ നിന്ന് ആളുകളെ ആട്ടി ഓടിച്ചു. അവരുടെ സമ്പത്തും അവരുടെ സ്വത്തുക്കളുമെല്ലാം തന്നെ കയ്യേറി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ദുഷ്കരമാക്കി തീർത്തു. അതുപോലെ തന്നെ മക്കയിൽ അവർക്ക് സ്വൈരജീവിതം അനുവദിക്കാതെ കണ്ടവരെ പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള എല്ലാ ദുഷ്കൃത്യങ്ങളും ചെയ്തവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. മദീനയിൽ പോയി മുസ്ലിം സമൂഹം അവിടെ പച്ച പിടിച്ചു വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അതിനെ തകർക്കാനുള്ള എല്ലാ ആസൂത്രണങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നു. അവിടുത്തെ ഗോത്രനായകന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായി ചില ഗൂഢശ്രമങ്ങൾ നടത്തുകയും മുസ്ലിമീങ്ങളുടെ ജീവിതം അവിടെ ദുസ്സഹമാക്കി തീർക്കാനുള്ള പല പ്രവർത്തനങ്ങളും അവർ നടത്തുകയും ചെയ്തു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചില ഗോത്രങ്ങളും ഗോത്ര നേതാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഇടയ്ക്കിടയ്ക്ക് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി മദീനയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഒട്ടകങ്ങളെയും അതുപോലെ കിട്ടുന്ന സാധനങ്ങളെയും ഒക്കെ തട്ടിയെടുത്തുകൊണ്ടു പോവുകയും ചെയ്യുക എന്നൊക്കെയുള്ളത് അവരുടെ സ്വഭാവമായിരുന്നു. ഇങ്ങനെ അങ്ങേയറ്റം മുസ്ലിം സമൂഹത്തെ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് മദീനയിലും അവർ തുടർന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് മുസ്ലിമീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയുള്ള ഉത്തരവിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ചില നിർദ്ദേശങ്ങളോ ചില കൽപ്പനകളോ ഒക്കെ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മദീനയിൽ മുസ്ലിമീങ്ങൾ ഒരു ശക്തിയായി മാറിയെന്നും അവർക്ക് അവിടെ ഒരു ജനകീയമായ ചില പിന്തുണയും അടിത്തറകളുമൊക്കെ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് എന്നും പ്രബലമായ 2 ഗോത്രങ്ങളുടെ പിന്തുണ അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ബോധ്യമായ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ സന്ദേശം അവർക്ക് ലഭിക്കുകയാണ്. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു. ജിഹാദ് എന്നുള്ള പദം അവിടെ നിന്ന് പോയി. പിന്നീട് അവരോട് പറയുന്നു വഖാതിലൂ, നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. വലാ തഅതദു, അപ്പുറം പോകണ്ട.
ആരാണോ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത്, ആരാണോ നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നത്, ആരാണോ നിങ്ങളുമായി സംഘട്ടനത്തിന് വരുന്നത്, അവരുമായിട്ട് നിങ്ങൾ സംഘട്ടനത്തിൽ ഏർപ്പെടുക. ഈ നിർദ്ദേശമാണ് മുസ്ലിം സമൂഹത്തിന് ആദ്യമായി ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആര് മുസ്ലിം സമൂഹത്തെ നേരിടുന്നുവോ അവരെ നേരിടാനുള്ള അനുവാദം അവർക്ക് നൽകുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പദം ഖിതാൽ എന്നുള്ളതാണ്. ആ ഖിതാൽ എന്നത് ജിഹാദ് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവസാനമായി മാത്രം വന്നു ചേരുന്ന, അതിന്റെ പ്രത്യേക സാഹചര്യങ്ങളും പ്രത്യേകമായ ആ അവസ്ഥയുമൊക്കെ ഒത്തുചേരുമ്പോൾ വന്നു ചേരുന്ന ഒരു ഇനമാണ്. പക്ഷെ ഇന്ന് ജിഹാദ് എന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ജിഹാദ് എന്ന് പറയുന്നത് അത് അമുസ്ലിമീങ്ങളായ ആളുകളെ എവിടെ കണ്ടാലും അവർ ആക്രമിക്കാനുള്ള ഒന്നാണ് എന്ന് അമുസ്ലിം സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ രൂപത്തിലുള്ള ജിഹാദിന്റെ വാക്കുകളും ജിഹാദ് മുജാഹിദ് എന്നീ പദപ്രയോഗങ്ങളുമൊക്കെ അവരിൽ ഭയാശങ്കകളോ അല്ലെങ്കിൽ വെപ്രാളങ്ങളോ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ സത്യത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരാണ്. സമരവും സായുധ സംഘടനവുമൊക്കെ അതിന്റെ നേരെ അതിന്റെ ശത്രുക്കൾ പ്രയോഗിക്കുന്ന രീതി അനുസരിച്ചുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്. ഈ അടിസ്ഥാനത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഖുറൈശികളെ നേരിടാനും അവരുടെ ശത്രുതയെ നേരിടാനും അതിന് അറുതി വരുത്താനും ഇനി ഒരു ഏറ്റുമുട്ടലിലൂടെ അല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള ഘട്ടം വരികയും ആ ഏറ്റുമുട്ടലിന് നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുമായിട്ടുള്ള ഒരു സംഘട്ടനത്തിന് വേണ്ടത്ര മുന്നൊരുക്കവുമൊന്നുമില്ലാതെ തന്നെ തയ്യാറാകുന്നത്. മദീനയിലെ എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാകുന്ന ആളുകൾ, അതിന് സാധിക്കുന്ന ആളുകൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ് എങ്കിൽ ഈ 300 ചില്ലാനം ആളുകളൊന്നല്ല ഉണ്ടാവുക, കൂടുതലുണ്ടാവും. പക്ഷേ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുകയും ആ യാത്രാ സംഘത്തെ ഭീഷണിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിന് ഒരുങ്ങുകയും ചെയ്യുന്ന പ്രവാചകൻ പിന്നീട് ആ യാത്രാ സംഘം രക്ഷപ്പെട്ടു പോവുകയും ഖുറൈശികളുടെ വേറെ ഒരു വലിയ സൈന്യത്തെ നേരിടാൻ വേണ്ടി നിർബന്ധിതനാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ പിന്നോക്കം പോവുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരുന്നു. അവിടെ പിന്നെ പിന്നോട്ട് പോയാൽ പിന്നെ മുസ്ലിം സമൂഹത്തിന് തല ഉയർത്താൻ സാധ്യമല്ല. അറബി ഗോത്രങ്ങളുടെ ഇടയിൽ ഖുറൈശികളുടെ മേധാവിത്വം എന്നേക്കുമായി സ്ഥിരപ്പെടും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നുമല്ല എന്നും അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുമുള്ള ഒരു മാനസികമായ ചിന്ത, ഒരു വിചാരം എല്ലാ സമൂഹങ്ങളിലും വ്യാപിക്കും. അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അങ്ങേയറ്റം ദോഷകരമായിരിക്കും. അതുകൊണ്ട് ഏറ്റുമുട്ടുക, നേരിടുക എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് ആ സംഭവങ്ങൾ എത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടൽ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമാക്കി. അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി, ഇത് ആരൊക്കെയാണ്, എത്രയൊക്കെയാണ് ഈ ഇസ്ലാമിക സന്ദേശവുമായിട്ടും അതിന്റെ ആദർശവുമായും ബന്ധം പുലർത്തുന്നവർ, എന്തെല്ലാം എത്ര കണ്ട് ആത്മാർത്ഥതയാണ് അവർക്കതിലുള്ളത്, എന്തും സഹിച്ചുകൊണ്ട് എന്തും ബലി കഴിച്ചുകൊണ്ട് ഈ ദീനിനെ സഹായിക്കാൻ എത്രത്തോളം ആളുകൾ തയ്യാറുണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ സന്ദർഭമായിരുന്നു അത്. ഒരു പുതിയ ആശയം ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ മായാജാലത്തിൽ പെട്ടുകൊണ്ടോ ആകർഷണ വലയത്തിൽ പെട്ടുകൊണ്ടോ പല ആളുകളും അതിന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു നിർണായകമായ ഘട്ടം വരുമ്പോൾ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി സമരം ചെയ്യാൻ, അതിനുവേണ്ടി സർവസ്വം അർപ്പിക്കാനും തയ്യാറാകുന്ന എത്ര പേരുണ്ട്, എത്ര ശക്തിയുണ്ട്, ഇതൊന്ന് തെളിയേണ്ടതുണ്ടായിരുന്നു. അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. രണ്ടാമതായി, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സമൂഹവും
മക്കയിലും അതുപോലെ തന്നെ മദീനയിലുമൊക്കെ പരിസരങ്ങളിലുമൊക്കെയായി ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. ഒരു വലിയ ശത്രുവിനെ നേരിടാൻ തന്റെ കയ്യിലുള്ള എല്ലാ ശക്തിയെയും ഒരിടത്ത് സംഭരിക്കുകയും ഒരിടത്ത് അവരെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ ആകത്തുക എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു സ്വന്തമായി ഒരു അഭിമാനം കൊള്ളാവുന്നിടത്തോളമുള്ള ഒരു ശക്തി ഇതിനുണ്ടോ? ആ രൂപത്തിൽ എല്ലാ ശക്തികളെയും ഒരുമിച്ച് കൂട്ടുവാനും സംഘടിപ്പിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്ന ഒരു പരീക്ഷണം കൂടിയായിരുന്നു അത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വമ്പിച്ച വിജയം വരിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാം. പല സഹാബിമാരും അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്നും മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്നുമൊക്കെ ഉള്ള സഹാബിമാര്, നേതൃത്വം വഹിക്കുന്ന ആളുകൾ, നേതാക്കന്മാര്, മിഖ്ദാദിനെ പോലെയുള്ള ആളുകൾ, സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ള ആളുകൾ, അസ്അദ് ഇബ്നു സുറാറയെ പോലെയുള്ള ആളുകൾ, അവരൊക്കെയാണ് സമൂഹത്തിലെ നേതാക്കന്മാരായിട്ട് അന്ന് നിലവിലുണ്ടായിരുന്നത്. അവരൊക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതായിരുന്നു. അല്ലയോ പ്രവാചകരെ, ഈ കടൽ കടക്കണം എന്നാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് എങ്കിൽ അതിനും നിങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ താങ്കളെ ബൈഅത്ത് ചെയ്തത് ഞങ്ങളുടെ ഈ ജീവൻ ഇവിടെ നിന്ന് വെടിയേണ്ടി വന്നാലും താങ്കളെ ഞങ്ങൾ കൈവെടിയുകയില്ല എന്ന അടിസ്ഥാനത്തിലാണ് താങ്കൾക്ക് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്തിനാണ് ഈ വയ്യാവേലികൾ മുഴുവൻ തന്നെ വലിച്ച് ഇങ്ങോട്ട് മദീനത്തേക്ക് കൊടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കപടവിശ്വാസികൾ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ മക്കയിൽ കടന്നിരുന്ന ഈ വയ്യാവേലി മുഴുവൻ മദീനയിലേക്ക് കൊണ്ടുവന്നു. ഫലമോ? ഈ അറബി ഗോത്രങ്ങൾ മുഴുവൻ നമുക്കെതിരായി. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ലോകശക്തികളുടെ മുഴുവനും നമ്മളെ എതിർപ്പല്ലേ ഏറ്റുവാങ്ങുന്നത്. പിന്നെ നമുക്കെങ്ങനെ ഇവിടെ ജീവിക്കാൻ സാധിക്കും എന്നാണല്ലോ ഇപ്പോൾ ഓരോ രാഷ്ട്രങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ എതിർപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടി അവരെ പ്രീണിപ്പിക്കാൻ ഓരോരോ നയങ്ങളും നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് പണ്ടും. അപ്പോ ഖുറൈശി ഗോത്രം, അതുപോലെയുള്ള ഗടാഗടികന്മാരായ ഗോത്രക്കാര് അവരുടെ ഒക്കെ ശത്രുത ഏറ്റുവാങ്ങി പിന്നെ ഇവരെ കൊണ്ട് നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പൊ അനുഭവിച്ചോളൂ എങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ മുനാഫിക്കുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പക്ഷെ അതൊന്നും തന്നെ സത്യവിശ്വാസികളുടെ ഈമാനിന് മാറ്റുകുറക്കുകയോ അവരുടെ ത്യാഗസന്നദ്ധതയിൽ അല്പമെങ്കിലും പോർലേൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല, ഇസ്ലാം എന്ന് പറയുന്നത് ഇത് ഒരു ദർശനമായിക്കൊണ്ട് ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനുള്ള ഒന്നല്ലല്ലോ. ഇത് ഭൂമിയിൽ നടപ്പാക്കാനുള്ള ഒന്നാണ്. പല പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടായിരിക്കും. അത് മനുഷ്യന്റെ മാനസിക മണ്ഡലങ്ങളിൽ, അവന്റെ ചിന്താമണ്ഡലങ്ങളിൽ, അവന്റെ വിചാരവേദികളിലൊക്കെ ഇങ്ങനെ നിലനിൽക്കാനുള്ളതാണ്. അതിന് യാഥാർത്ഥ്യം ഉണ്ടാവുകയില്ല. അത് സാക്ഷാത്കരിക്കുവാനോ പ്രയോഗവൽക്കരിക്കാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒന്നല്ലല്ലോ ഇസ്ലാം. ഇത് ഭൂമിയിൽ നടപ്പാക്കി കാണിക്കാനും മനുഷ്യനെ അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഇഹപര വിജയം നേടിയെടുക്കാനുമുള്ളതാണ്. അതിന് പറ്റുന്നതാണ് ഇത് എന്ന് സമർപ്പിക്കേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനും ഈ രൂപത്തിലുള്ള ഒരു വേർതിരിവും ഈ രൂപത്തിലുള്ള ഒരു സത്യവും അസത്യവുമായിട്ടുള്ള ഒരു വിവേചനവും ആവശ്യമാണ്. മാത്രമല്ല, ഇനിയും ഇതുവരെയും അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചത് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും അവരുടെ ആരാധനാപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചും മാത്രമാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ അവന്റെ സാമൂഹിക നിയമങ്ങൾ, അവന്റെ സാമ്പത്തിക നിയമങ്ങൾ, അവന്റെ രാഷ്ട്രീയ നിയമങ്ങൾ, ഇങ്ങനെ അവന്റെ ജീവിതത്തിന്റെ മൗലിക പ്രധാനമായ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വിധികളും നിർദ്ദേശങ്ങളും ഇനിയും ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അത് ഒരു സമൂഹത്തിലാണ് നടപ്പാക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സമൂഹം പാകമാകണം, അതിനൊരു ഭൂപ്രദേശം പാകമാകണം, അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരണം. ഇതൊക്കെ ഇസ്ലാമിന്റെ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ സാധിച്ചെടുക്കുന്ന ഒരു മഹാസംഭവമായിരുന്നു ബദർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായ വാഗ്ദാനം നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ആയുധബലങ്ങൾ കൊണ്ടോ നമ്മുടെ ഭൗതികമായ സജ്ജീകരണങ്ങൾ കൊണ്ടോ ഒക്കെ നേടിയെടുക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അവരോടെല്ലാം ഖുർആൻ തിരുത്തി പറഞ്ഞു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ആവർത്തിച്ച് പറഞ്ഞു. സഹായം എന്ന് പറയുന്നത് അല്ലാഹുവിങ്കിൽ നിന്ന് കിട്ടണം, അല്ലാതെ നിങ്ങളുടെ ഭൗതികമായ ശക്തി കൊണ്ട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല.
ആ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്ക് കൊടുത്തതാണ്. അത് ഉണ്ടാവുകയും അത് അവർക്ക് ലഭിക്കുകയും അതിന്റെ ഫലമായി കൊണ്ട് ഈ ബദർ യുദ്ധത്തിൽ മുസ്ലിം സമൂഹം വിജയശ്രീലാളിതരാവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നിർമ്മാണം, ഒരാദർശത്തിന് വേണ്ടി ഒരു ഇസ്ലാമിക സമൂഹം എടുക്കേണ്ട പണികൾ, അവരുടെ ത്യാഗമനസ്ഥിതിയും സമർപ്പണ ബോധവും ഇതെല്ലാം എത്രത്തോളം ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള പാഠങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണിചേർന്നിരുന്ന ആ വിഭാഗം ആരോടാണ് ഏറ്റുമുട്ടുന്നത്? ആരെയാണ് അവർക്ക് വാളിനിരയാക്കേണ്ടത്? അബൂ ഹുദൈഫ എന്ന് പറയുന്ന സഹാബി, ആ സഹാബിയുടെ പിതാവാണ് ഉത്ബ, ആ സഹാബിയുടെ സഹോദരനാണ് വലീദ്, ആ സഹാബിയുടെ എളാപ്പയാണ് ഷൈബ. ഉത്ബത്തും ഷൈബത്തും വലീദും ഒക്കെ എതിർ അണിയിലാണ് അണിനിരന്നിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക മുസ്ലിം സൈന്യത്തിലും മകൻ അബ്ദുറഹ്മാൻ ശത്രുക്കളുടെ സൈന്യത്തിലുമാണുള്ളത്. മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന സഹാബിയുടെ സഹോദരൻ അബൂ അസീസ് എന്ന് പറയുന്ന വ്യക്തി ശത്രുക്കളുടെ അണിയിലാണ്. ഇങ്ങനെ സ്വന്തം വാപ്പയെ അല്ലെങ്കിൽ സ്വന്തം സഹോദരനെ, എളാപ്പയെ, അമ്മാവനെ, അതുപോലെ രക്തബന്ധമുള്ള മറ്റാളുകളെ, ഇവരെയൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അവിടെയെല്ലാം അവർക്ക് മാർഗദർശനമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും ശത്രുത പുലർത്തുന്നവരുമായി സ്നേഹബന്ധത്തിൽ കഴിഞ്ഞുകൂടുകയില്ല. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അത് അവരുടെ വാപ്പമാരാണ് എങ്കിലും, അത് അവരുടെ മക്കളാണ് എങ്കിലും, അത് അവരുടെ സഹോദരന്മാരാണ് എങ്കിലും, അവരുടെ കുടുംബാംഗങ്ങളാണ് എങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രശ്നം വരുമ്പോൾ അവിടെ പ്രസക്തിയില്ല എന്ന പാഠം ഇത് ബദർ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സർവം സമർപ്പിക്കുന്ന ഒരു അനുയായി അങ്ങനെയായിരിക്കണം മുസ്ലിമീങ്ങൾ എന്നാണ് ബദർ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഈ ഒരു അവസ്ഥയും സാഹചര്യവും മുസ്ലിം സമൂഹത്തിനുണ്ടോ? ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ ഇന്നത്തെ ശോച്യാവസ്ഥയുടെയും ദൈന്യാവസ്ഥയുടെയും യഥാർത്ഥ കാരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് ബദർ നമുക്ക് പാഠമാകുന്നതും ബദറിൽ നിന്ന് നമ്മൾ കൊള്ളുന്ന പാഠവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭയന്നുകൊണ്ട് ജീവിച്ച് അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.